الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികൾ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് അങ്ങേയറ്റം തഖ്വയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ ആദ്യമായി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രബോധന സംരംഭങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരു പ്രബോധകർ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ചിന്തിക്കേണ്ട പല മാതൃകകളും അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, അത്തരം പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളെ മനസ്സിലാക്കുവാനും ആ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കുവാനും അദ്ദേഹത്തിൻ്റെ പ്രബോധന സംരംഭങ്ങൾ നമുക്ക് പാഠമാണ്. നമ്മൾ ആലോചിക്കുക, സ്വന്തം പിതാവിനോട് അദ്ദേഹം യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ, എൻ്റെ വന്യനായ ഉപ്പ, അങ്ങ് എന്തിനെയാണ് ആരാധിക്കുന്നത്? കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, യാതൊരു ഉപകാരവും അധീനമാക്കാൻ കഴിയാത്ത വസ്തുക്കളെയാണോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യവും ആ സന്ദർഭത്തിൽ പിതാവിൽ നിന്നുണ്ടായ പ്രതികരണവുമാണ് കഴിഞ്ഞ ആഴ്ച നാം സൂചിപ്പിച്ചത്. അദ്ദേഹത്തെ എറിഞ്ഞോടിക്കുകയാണ് ചെയ്തത്. തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുവാൻ അവിടെ എറിഞ്ഞോടിക്കുമെന്ന ഭീഷണിയുണ്ടായപ്പോൾ പിതാവിന് ശാന്തിയും സമാധാനവും ആശംസിച്ചുകൊണ്ട് സമാധാനപൂർവ്വം ഇറങ്ങിപ്പോയ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയാണ് നാം അവിടെ മനസ്സിലാക്കുകയും പരിചയപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തൻ്റെ ജനങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഈ പ്രകൃതിയിലെ പല സൃഷ്ടികളെയും, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ആരാധിച്ചു കൊണ്ടിരുന്ന ആളുകളോട് അതിൻ്റെ അർത്ഥശൂന്യത ബോധ്യപ്പെടുത്താൻ അദ്ദേഹം സ്വീകരിച്ചിരുന്ന തന്ത്രങ്ങളും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. തൻ്റെ നാട്ടിലെ ഭരണാധികാരി രാജാവ്, അദ്ദേഹവും യഥാർത്ഥത്തിൽ ബഹുദൈവ വിശ്വാസിയായിരുന്നു എന്ന് മാത്രമല്ല ദിവ്യത്വം ഉൾക്കൊള്ളുന്ന ആളായിരുന്നു എന്നുള്ളതാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തെ ഭരണാധികാരിയായ ഫിർഔനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ ദൈവം എന്ന് അവകാശപ്പെടുകയാണ് ചെയ്തിരുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ഇറാഖിൽ നമ്രൂദ് എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് ഉണ്ടായത്. അദ്ദേഹവും ഈ രൂപത്തിൽ ദൈവികമായ ചില സവിശേഷതകൾ അവകാശപ്പെടുന്ന സ്വഭാവത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സമീപനം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമായിരുന്നു എങ്കിലും ഇന്ന് നിലനിൽക്കുന്ന ആധുനിക സമൂഹത്തിലേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കിയാലും പല ഭരണാധികാരികളും ദിവ്യത്വം ചമയാൻ വേണ്ടി ശ്രമിക്കുന്ന സ്വഭാവം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന വസ്തുതയാണ്. ഇവിടെയെല്ലാം
വളരെ കൃത്യമായി വിശ്വാസരംഗത്തെ കാഴ്ചപ്പാടുകൾ സമർപ്പിക്കുകയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചെയ്തിട്ടുള്ളത്. സൂറത്തുൽ ബഖറ 258 വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നു, അലന്തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹിമുമായി തർക്കിച്ചിരുന്നവനെ സംബന്ധിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അഥവാ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. ഇവിടെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമുമായി തർക്കിച്ചു കൊണ്ടിരുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ ഭരണാധികാരിയായിരുന്ന നമ്രൂദാകുന്നു എന്നാണ് മുഫസ്സിറുകൾ പലരും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ആ സന്ദർഭം നമുക്കവിടെ സൂചിപ്പിക്കുന്നതിന് സാധിക്കും. അദ്ദേഹം തൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽ തൻ്റെ റബ്ബിൻ്റെ കാര്യത്തിലാണ് തർക്കിച്ചു കൊണ്ടിരുന്നത്. അനാതാഹുല്ലാഹുൽ മുൽക്ക, അവിടെ അള്ളാഹു വിശദീകരിക്കുന്നത് അദ്ദേഹത്തിന് ആധിപത്യം നൽകപ്പെട്ടിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു വാദം അദ്ദേഹം മുതിർന്നിരുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായി തൻ്റെ രക്ഷിതാവിൻ്റെ കാര്യത്തിൽ, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ, റബ്ബിൻ്റെ കാര്യത്തിൽ അദ്ദേഹം തർക്കിക്കാനുണ്ടായിരുന്ന കാരണം തനിക്ക് അധികാരവും ശക്തിയുമുണ്ട് എന്നുള്ളതാണ്. ആ അധികാരത്തിൻ്റെ ഹുങ്കിൽ നിന്നുകൊണ്ട്, ആ ആധിപത്യത്തിൻ്റെ ഹുങ്ക് കൊണ്ട് അദ്ദേഹം തർക്കം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് സൂചിപ്പിച്ചത്. ആ സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാം അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ഖാല ഇബ്രാഹിം റബ്ബി അല്ലദീ യുഹ്യീ വ യുമീത്, എൻ്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയത്. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി ഖാല അന ഉഹ്യീ വ ഉമീത്, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് അഹങ്കാരത്തോടു കൂടി അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു. മുഫസ്സിറുകൾ പല രൂപത്തിലും അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. സമയപരിമിതിയിൽ നിന്നുകൊണ്ട് ചില സൂചനകൾ മാത്രം നൽകുകയാണ്. കാരണം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ കീഴിൽ ജീവിക്കുകയും മരിച്ചു പോവുകയും ചെയ്യുന്ന പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകാം. ഇനി ശിക്ഷാ സമ്പ്രദായം എന്ന നിലക്ക് ചില ആളുകളെ അദ്ദേഹത്തിന് വെറുതെ വിട്ടുകൊണ്ട് ജീവിക്കാൻ അനുവദിക്കാം, ചില ആളുകൾക്ക് വധശിക്ഷ നടപ്പാക്കിക്കൊണ്ട് വധിക്കാൻ സാധിക്കും. ഇനി അങ്ങനെ തന്നെ അദ്ദേഹം നേരെ രണ്ടാളെ വിളിച്ചു വരുത്തുകയും ഒരാളെ വെറുതെ വിടുകയും മറ്റൊരാളെ കൊന്നുകളയുകയും ചെയ്തുകൊണ്ട് ഞാൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് അവകാശപ്പെട്ടു എന്ന് വരെ അഭിപ്രായപ്പെട്ടതായി കാണാൻ സാധിക്കും. ഏതായിരുന്നാലും വാദത്തിനു വേണ്ടിയുള്ളൊരു വാദം മാത്രമാണ്. പക്ഷേ ആ യഥാർത്ഥത്തിൽ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും സർവശക്തനായ പടച്ചതമ്പുരാനാണ് എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാം ബോധ്യപ്പെടുത്തി. പക്ഷേ ഞാൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ആ നമ്രൂദിനോട് ആ വാചകത്തിൽ തൂങ്ങി മറുപടി പറയുന്നതിന് പകരം അദ്ദേഹത്തെ മുട്ടുകുത്തിക്കുന്ന മറ്റൊരു മറുപടിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഭാഗത്തുണ്ടായത്. ഫഇന്നല്ലാഹ യഅതി ബിശംസി മിനൽ മശ്രിഖി ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, എൻ്റെ റബ്ബ് സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരികയും പടിഞ്ഞാറ് അസ്തമിപ്പിക്കുകയും ചെയ്യുന്നു. എങ്കിൽ നീ എന്തു വേണം? നീ അതിനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരികയും കിഴക്ക് അസ്തമിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. നീ ദൈവമാണെങ്കിൽ, നീ സൃഷ്ടാവാണെന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ, നിനക്ക് അത്തരത്തിലുള്ള കഴിവും സവിശേഷതകളും ഉണ്ടെങ്കിൽ സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നത് നേരെ മറിച്ച് പടിഞ്ഞാറ് ഉദിക്കുകയും കിഴക്ക് അസ്തമിപ്പിക്കുകയും ചെയ്യാൻ നിനക്ക് സാധിക്കേണ്ടതാണല്ലോ, അതിന് നീ തയ്യാറാവുക എന്നായിരുന്നു അതിന് മറുപടി പറഞ്ഞു. ഇവിടെയൊക്കെ നമുക്ക് പല തന്ത്രങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. ചില വാദഗതികൾ വാദത്തിനു വേണ്ടി ഉന്നയിക്കപ്പെടുമ്പോൾ ആ വാദത്തിൽ കെട്ടിപ്പറഞ്ഞുകൊണ്ട്, ആ പദത്തിൽ കെട്ടിപ്പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടുന്നതിന് പകരം അതിനേക്കാൾ യുക്തിപരമായ മാർഗങ്ങളിലൂടെ മറുപടി കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ബോധ്യം കൂടി നമുക്ക് ഈ ആയത്തിൽ കാണാൻ സാധിക്കും. ആ സന്ദർഭത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഫബുഹിത്തല്ലദീ കഫർ, സത്യനിഷേധിയായിരുന്ന മനുഷ്യൻ അവിടെ ഉത്തരം മുട്ടുകയും സ്തംഭിച്ചു പോവുകയും ചെയ്തു. അതിന് അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഞാൻ സൂര്യനെ കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്നതിന് പകരം പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരാം എന്ന് പറയാൻ സാധ്യമല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഉത്തരം മുട്ടി എന്നാണ് ഖുർആൻ അവിടെ സൂചിപ്പിച്ചത്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമകാരികളായ ജനങ്ങളെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല എന്ന് അള്ളാഹു തുടർന്നുകൊണ്ട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ അദ്ദേഹം നടത്തിയിരുന്ന പ്രബോധന പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും അദ്ദേഹം സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് നടത്തിയിരിക്കുന്ന പ്രബോധനം നമുക്ക് ഖുർആൻ വിശദീകരിക്കുന്ന കാണാൻ സാധിക്കും. സൂറത്തുൽ അംബിയായിൽ വളരെ വിശദമായി ആ സന്ദർഭം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, അദ്ദേഹം തൻ്റെ ജനങ്ങളോട് പറഞ്ഞിരുന്ന കാര്യം, അവരെ ബോധ്യപ്പെടുത്തിയിരുന്ന കാര്യം, യഥാർത്ഥത്തിൽ ആ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ ബോധ്യപ്പെടുത്തിയിരുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഖാല അതഅബുദൂന മാ തൻഹിതൂൻ, അല്ല നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന, നിങ്ങൾ തന്നെ കൊത്തി ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിമകൾക്ക് മുമ്പിലാണോ നിങ്ങൾ ആരാധനകൾ അർപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചിരുന്നത്. വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നവൻ അള്ളാഹു ആകുന്നു എന്നായിരുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ചു നോക്കും,
വളരെ കൃത്യമായി അള്ളാഹുവാണ് സൃഷ്ടാവ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. വജ്ജഹ്തു വജ്ഹിയ ലദീ ഫത്തറസ് സമാവാതി വൽ അർദ് എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ സൃഷ്ടാവായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെയും തൻ്റെ കൈകൾ കൊണ്ട് കൊത്തിയുണ്ടാക്കിയ ആരാധ്യ വസ്തുക്കളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹു അവൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, നിങ്ങളുടെ പ്രവർത്തനങ്ങളും അവനാണ് അറിയുന്നവൻ, അതുകൊണ്ട് നിങ്ങൾ അവനെയാണ് ആരാധിക്കേണ്ടത് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അള്ളാഹു ഈ കാര്യം വീണ്ടും സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അവർ ആ സന്ദർഭത്തിൽ അവരുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന പ്രതികരണം, ആ പ്രതികരണം അള്ളാഹു രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. ഖാലുബ്നു ലഹു ബുനിയാനൻ ഫഅൽഖൂഹു ഫിൽ ജഹീം. അവർ പറഞ്ഞത്, അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളൊരു കെട്ടിടമുണ്ടാക്കുക, എന്നിട്ട് ആ കെട്ടിടത്തിൽ അഗ്നികുണ്ഡമൊരുക്കുക, ആ അഗ്നികുണ്ഡത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിയുക എന്നുള്ളതായിരുന്നു അവരുടെ മറുപടി. ജ്വലിക്കുന്ന അഗ്നിയിൽ അദ്ദേഹത്തെ വലിച്ചെറിയാൻ വേണ്ടിയുള്ള കൽപ്പനയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മറ്റൊരിടത്ത് അള്ളാഹു ഈ കാര്യം വിശദീകരിച്ച് കാണാൻ സാധിക്കും. ഖാലൂ ഹർരിഖൂഹു വൻസുറൂ ആലിഹത്തക്കും ഇൻ കുൻതും ഫാഇലൂൻ എന്നാണ്. നിങ്ങൾ അദ്ദേഹത്തെ ചുട്ട് കരിച്ചു കളയുക, എന്നിട്ട് നിങ്ങളുടെ ആരാധ്യന്മാരെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യുക, നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും, സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് പ്രബോധനം നടത്തിയപ്പോൾ, പിതാവിനോട് നടത്തിയ പ്രബോധനം പിതാവ് എറിഞ്ഞോടിക്കുന്ന അവസ്ഥയുണ്ടായി. രാജാവിനോടും ജനങ്ങളോടും പ്രബോധനം നടത്തിയപ്പോൾ അവർ എറിഞ്ഞോടിക്കുക മാത്രമായിരുന്നില്ല, അദ്ദേഹത്തെ ചുട്ടുകരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. തൻ്റെ ജനങ്ങളോട് അദ്ദേഹം ചോദിച്ച ചോദ്യം ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഫതഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉകും ശൈഅൻ വലാ യദുറുക്കും. നിങ്ങൾ എന്തിനെയാണ് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ചെയ്യാൻ സാധിക്കാത്ത, അതുപോലെ തന്നെ നിങ്ങളെ യാതൊരു ഉപദ്രവത്തിൽ നിന്നും തടുക്കാൻ സാധ്യമല്ലാത്ത, അങ്ങനെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത ഒന്നിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി അവരോട് ചോദിച്ചതായി വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അംബിയായിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത് വളരെ കൃത്യമായിട്ട് ഈ നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രബോധന സംരംഭങ്ങളോട് അവർ നടത്തിയിരുന്ന പ്രതികരണം, നിങ്ങൾ അദ്ദേഹത്തെ ചുട്ടുകരിച്ച് കളയുക, ഹരിയക്കൂ, നിങ്ങൾ അവരെ ചുട്ടുകരിച്ച് കളയുക, വൻസുറു ആലിഹത്തക്കും, നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യുക എന്നായിരുന്നു. പക്ഷേ അള്ളാഹു അവിടെ നൽകിയിരിക്കുന്ന സഹായം നമുക്ക് കാണാൻ സാധിക്കും. ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിമിന് നീ ശാന്തിയും സമാധാനവുമായി തീരുക എന്നാണ് അഗ്നിയോട് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായിരുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുമ്പോൾ ഹദീസുകൾ നമുക്ക് വായിക്കാൻ സാധിക്കും. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല കാന ആഖിറ ഖൗലി ഇബ്രാഹിമ ഈന ഉൽഖിയ ഫിന്നാരി ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. ഇബ്രാഹിം അലൈഹി സ്വലാം അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്യം, അദ്ദേഹത്തിൻ്റെ അന്ത്യമായ വാക്യം, അവസാനത്തെ സംസാരം യഥാർത്ഥത്തിൽ ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ, എനിക്ക് അള്ളാഹു മതി, അവൻ തവക്കുലാക്കാൻ എത്ര നല്ലവനാകുന്നു എന്നായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കും. വളരെ ക്രൂരമായ പീഡനങ്ങൾക്കും വിധേയമാക്കപ്പെടുമ്പോൾ, അക്ഷരാർത്ഥത്തിൽ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അവിടെ ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ, എനിക്ക് അള്ളാഹു മതി, അവനാണ് തവക്കുലാക്കാൻ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ എന്ന വിശ്വാസദാർഢ്യതയാണ് അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു വിശ്വാസദാർഢ്യതയാണ് യഥാർത്ഥത്തിൽ നമുക്ക് കൈവരിക്കാൻ കഴിയേണ്ടത് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും യഥാർത്ഥത്തിൽ ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തതായി നമുക്കവിടെ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. ഇനി നമ്മൾ പരിശോധിച്ച് നോക്കൂ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രബോധന രംഗത്ത് അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളെ അദ്ദേഹം വിശ്വാസദാർഢ്യതയോടുകൂടി തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കിവിടെ ബോധ്യപ്പെടുമ്പോൾ, അതേ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുടുംബരംഗത്ത് അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്ന പ്രയാസങ്ങൾ, ആ അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെയും അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന സമീപനവും അതിന് അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന സഹിക്കേണ്ടി വന്നിരിക്കുന്ന ത്യാഗങ്ങളും നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ സന്ദർഭത്തിൽ ഇവിടെ പ്രബോധന രംഗത്ത് തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കൂ. ഇത് ഖാലലി അബീഹി വഖൗമിഹി മാ ഹാദിഹി തമാസീൽ ലത്തി അൻതും ലഹാ ആഖിഫൂൻ ഖാലൂ വജദ്നാ ആബാഅനാ ലഹാ ആബിദീൻ ഖാല ലഖദ് കുൻതും അൻതും വആബാഉകും ഫീ ളലാലിൻ മുബീൻ. അദ്ദേഹം തൻ്റെ പിതാവിനോടും തൻ്റെ ജനതയോടും പറഞ്ഞിരിക്കുന്ന സന്ദർഭം ഓർമ്മിക്കുക. നിങ്ങൾ
ഭജനമിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പൂജാകർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രതിമകളുടെ അവസ്ഥ എന്താകുന്നു? അവർ മറുപടി പറഞ്ഞത് വജദിന ആബാഅനാ ലഹാ ആബിദീൻ, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഇതിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കും. അന്ധവിശ്വാസങ്ങൾക്ക് പലർക്കും മറുപടി പറയാനുള്ള ഒരു മറുപടിയാണ്. അവർക്ക് തെളിവ് പറയാനുണ്ടാവില്ല. അങ്ങനെ തെളിവ് പറയാൻ സാധ്യമല്ലാതെ വരുമ്പോൾ കാലാകാലമായി നമ്മുടെ പിതാക്കളും പൂർവ്വപിതാക്കളും ചെയ്തു വരുന്ന ആചാരമാണ്, അത് ഞങ്ങൾ അന്ധമായി പിൻപറ്റുന്നു എന്നുള്ള മറുപടിയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഇന്ന് മുസ്ലിം സമൂഹത്തിലും നമുക്ക് കേൾക്കാൻ സാധിക്കാനുള്ള മറുപടി ഇതാണ്. അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവ അന്ധവിശ്വാസങ്ങളാണെന്ന് ബോധ്യപ്പെടുത്താൻ തെളിവുകൾ ഉദ്ധരിക്കപ്പെടുമ്പോൾ, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുമായി സംവദിക്കുമ്പോൾ അതിന് പകരം പ്രമാണങ്ങളും തെളിവുകളും ഉദ്ധരിക്കാൻ സാധ്യമല്ലാതെ പാരമ്പര്യമായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ആചാരം എന്ന നിലക്കാണ് ഞങ്ങൾ സ്വീകരിച്ചു വരുന്നത് എന്നുള്ള ന്യായമാണ് പറയാറുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ ന്യായത്തിന് കൊടുത്ത മറുപടി നോക്കൂ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നില്ല, യഥാർത്ഥത്തിൽ ലഖദ് കുൻതും വഅൻതും വആബാഉകും ഫീ ദലാലിൻ മുബീൻ, ഇതേ വിശ്വാസമാണ് നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും സ്വീകരിച്ചിരുന്നത് എങ്കിൽ നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും വ്യക്തമായ വഴികളിലാകുന്നു എന്ന് തീർത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പ്രബോധന സംരംഭങ്ങളുമായി മുന്നോട്ട് പോയത്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, റബ്ബുക്കും റബ്ബുസ് സമാവാതി വൽ അർദ് അല്ലദീ ഫതറഹുന്ന വഅന അലാ ദാലികും മിനശ് ഷാഹിദീൻ. അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്തി, നിങ്ങളുടെ റബ്ബ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ്, അവനാണ് അതിനെ സംരക്ഷിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നത്, ഞാൻ ആ കാര്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെയും തൻ്റെ പ്രബോധന സംരംഭങ്ങൾ തുടരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയെല്ലാം നമ്മൾ ആലോചിച്ച് നോക്കുക, അവിടെ കൃത്യമായിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും അത് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയുമാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചെയ്തിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി തൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഖാല റബ്ബി ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, ഞാൻ പുറത്തിറങ്ങി എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും, ഞാൻ ഇറങ്ങിപ്പോവുകയാണ്. വീട്ടിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുകയും പുറത്തു പോവുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അള്ളാഹു എനിക്ക് വഴി കാണിച്ചു തരും, ഈ പ്രതീക്ഷയോടുകൂടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമുക്ക് ഏത് സന്ദർഭത്തിലും ഉണ്ടാവേണ്ടത് ഈ പ്രതീക്ഷയായിരിക്കണം. അള്ളാഹു നമുക്ക് സഹായിക്കാനുണ്ടാവും. നമ്മൾ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴും ആശങ്കയിലാണ്, എന്തെങ്കിലും ചില പ്രതിസന്ധികൾ വരുമ്പോഴേക്ക് നമ്മൾ ദുഃഖിക്കുകയാണ്, നമ്മുടെ ഭാവി വളരെ മോശമായിരിക്കുമെന്ന് ചിന്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രതീക്ഷയോടുകൂടിയായിരിക്കണം നമ്മൾ കടന്നു പോകേണ്ടത്. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിങ്കിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു പോകുന്നു, സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരും എന്നുള്ള ബോധ്യമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, കുടുംബപരമായി അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വന്ന പരീക്ഷണം, അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ഈ മഹത്തായ ദൗത്യം ഏറ്റെടുക്കുവാൻ തനിക്ക് സന്തതികളില്ലാതിരിക്കുക എന്നതാണ്. തനിക്ക് മക്കളില്ലാതിരിക്കുകയും തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ ആളില്ലാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് അദ്ദേഹം പ്രയാസകരമായി കാണുകയും ആ സന്ദർഭത്തിൽ അദ്ദേഹം അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ഖാല റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, എനിക്ക് സ്വാലിഹ്യങ്ങളിൽപ്പെട്ട സച്ചരിതന്മാരിൽപ്പെട്ട സന്താനങ്ങളെ പ്രദാനം ചെയ്യണമേ എന്ന പ്രാർത്ഥനയാണ് അദ്ദേഹത്തിനുണ്ടായത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കാണാൻ സാധിക്കുന്നത്, വിവാഹം കഴിച്ചു, ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ടു, കുറേ കാലം കടന്നുപോയി, കുട്ടി ജനിക്കാതെ വന്നാൽ മറ്റു ഒട്ടനവധി കേന്ദ്രങ്ങളിലേക്ക്, മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളുടെ കബറിടങ്ങളിലും അതുപോലെ സിദ്ധന്മാരുടെയും ആ നിലക്ക് കൽപ്പിക്കപ്പെടുന്ന ആളുകളുടെയും സ്ഥലങ്ങളിലേക്കും ചെന്നുകൊണ്ട് അവിടെ നേർച്ചകളും പൂജകളും വഴിപാടുകളും സമർപ്പിച്ചുകൊണ്ട് കുട്ടി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ കുട്ടി ഉണ്ടാകാൻ വേണ്ടി അത്തരം പൂജാ നടപടികൾ സ്വീകരിക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുസ്ലിങ്ങളിൽ പോലും ഇത്തരം അവസ്ഥാവിശേഷം നിലനിൽക്കുന്നു. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മാതൃക എന്താണ്? അദ്ദേഹം കുട്ടിയില്ലാതെ പരീക്ഷിക്കപ്പെട്ടപ്പോൾ നിരന്തരമായ ആ പരീക്ഷണത്തിന് വിധേയമായപ്പെട്ടോ അദ്ദേഹം അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് സ്വാലിഹായ സന്താനത്തെ പ്രദാനം ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. നമ്മൾ ആലോചിക്കുക, അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുകയും എന്നിട്ട് അദ്ദേഹത്തിന് സന്താനത്തെ പ്രദാനം ചെയ്യുകയും ചെയ്തു. ഫബശർനാഹു ബിഗുലാമിൻ ഹലീം, സഹനശീലനായ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷ വാർത്ത അറിയിച്ചു. അവിടെ ആ സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള അവസരമുണ്ടായില്ല. വീണ്ടും അദ്ദേഹം പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടുന്നു. നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹത്തോട് തൻ്റെ കുഞ്ഞിനെയും തൻ്റെ പ്രിയതമയെയും ആളുകൾ താമസമില്ലാത്ത, ജനവാസമില്ലാത്ത,
കൃഷിയില്ലാത്ത, വെള്ളമില്ലാത്ത ഊഷരമായ ഭൂമിയിൽ കൊണ്ടുപോയി, മരുഭൂമിയിൽ കൊണ്ടുപോയി വിട്ടേച്ചു വരാനായിരുന്നു അള്ളാഹുവിൻ്റെ കൽപ്പന. റബ്ബന ഇന്നി അസ്കൻതു ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ തുടർന്നുകൊണ്ട് അള്ളാഹു അത് വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഞാനിതാ എൻ്റെ സന്താനത്തെ ഒരു താഴ്വരയിൽ കൃഷിയില്ലാത്ത നിൻ്റെ പരിശുദ്ധമായ ഭവനത്തിന് സമീപം താമസിപ്പിച്ച് വിട്ടേച്ച് പോരുകയാണ് എന്നാണ് പറഞ്ഞത്. അവിടെ സ്വന്തം ഭാര്യ ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങളുടെ തീരുമാനമാണോ അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ? ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞു, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, എങ്കിൽ താങ്കൾക്ക് പോകാം എന്നായിരുന്നു ആ ഭാര്യയുടെ പ്രതികരണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. അള്ളാഹുവിൻ്റെ തീരുമാനം നടപ്പാക്കുവാൻ, അത് ശിരസ വഹിക്കുവാൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ കുടുംബവും സന്നദ്ധമാകുന്നു എന്ന് ബോധ്യപ്പെടുകയായിരുന്നു ആ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വളരെ കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ലഭിച്ചിരുന്ന അരുമ കുഞ്ഞിനെ ആരുമില്ലാത്ത, കൃഷിയില്ലാത്ത, വെള്ളമില്ലാത്ത ഊഷരമായ പ്രദേശത്ത് വിട്ടേച്ചു പോരാൻ, അത് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിന് സമീപമാകുന്നു എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അവിടെ വിട്ടേച്ചു പോകുന്ന ചരിത്രമാണ് നമ്മൾ കണ്ടത്. അവിടെ ഇന്ന് ഹാജിമാർ അവിടേക്ക് കടന്നു പോകുന്ന സന്ദർഭത്തിൽ ഓർമ്മിക്കുന്ന സഫാ മർവ കുന്നുകൾക്കിടയിലുള്ള സഅയും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചരിത്ര സവിശേഷതകളുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു നേരത്തെ ദാഹജലത്തിനു വേണ്ടി ഹാജറ എന്ന ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ മാതാവ് ആ രണ്ട് കുന്നുകൾക്കിടയിൽ നടത്തിയിരുന്ന ആ അന്വേഷണമാണ് അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് സഈ കർമ്മം സഫാ മർവ കുന്നുകൾക്കിടയിൽ ജനലക്ഷങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, അവിടെയും ആ അനുസ്മരിക്കുന്ന ചരിത്രം ത്യാഗത്തിൻ്റെതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന എന്തോ അതിനുവേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധമാകുന്നു എന്നോർമ്മിപ്പിക്കുകയാണ്. വീണ്ടും കഴിഞ്ഞു കാലഘട്ടങ്ങൾ കടന്നുപോയി, ആ കുട്ടി വളർന്നു വലുതായി. നാം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, അതൊന്നുകൂടി ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. ഫലമ്മാ ബലാമാ ഉസയ്യ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക. അദ്ദേഹം തന്നോടൊപ്പം അധ്വാനിക്കുവാനും പ്രയത്നിക്കാനും പ്രായമായ കുഞ്ഞ്, ആ കുഞ്ഞിനെയാണ് അള്ളാഹു ബലി കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചത്. നമ്മൾ ആലോചിക്കണം, ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുമായി ഏറ്റവും അധികം, മക്കളുമായി ഏറ്റവും അധികം മാനസികമായ ബന്ധമുണ്ടാകുന്നത് നന്ന ചെറിയ കുട്ടികളെക്കാൾ കുറച്ചുകൂടി വളർന്നു വരുമ്പോഴാണ്. വളരെ ശൈശവപ്രായത്തിലുള്ള കുട്ടിയുമായി ഏറ്റവും അടുത്ത ബന്ധം മാതാക്കൾക്കാണ് ഉണ്ടാവുക. അവിടുത്തെ കുട്ടികൾ വളർന്ന് തന്നോടൊപ്പം അധ്വാനിക്കാനും പ്രയത്നിക്കാനും പ്രായമാകുമ്പോൾ അവിടെ കൂടുതൽ ഒരു ആത്മബന്ധം പിതാവുമായി മക്കൾക്കുണ്ടാകും. ആ ഒരു നിർണായകമായ സന്ദർഭത്തിലാണ് അള്ളാഹു വീണ്ടും അദ്ദേഹത്തെ പരീക്ഷണത്തിന് വിധേയമാക്കിയത്. ആ പരീക്ഷണത്തിലും അദ്ദേഹം പരാജയപ്പെട്ടില്ല എന്ന് നമുക്കറിയാവുന്ന ചരിത്രമാണ്. അവിടെയും അദ്ദേഹം സ്വീകരിച്ചിരുന്ന സമീപനം നോക്കൂ. സ്വന്തം മകനെ സ്നേഹത്തോട് വിളിച്ചുകൊണ്ട് ആ വസ്തുത തുറന്നു പറയുകയാണ്, മറച്ചു വെക്കുകയല്ല. ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മുടെ കുടുംബജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ തുറന്ന് സംസാരിക്കാറില്ല. തുറന്ന ഒരു സംസാരം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവില്ല. ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുന്നില്ല, ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നില്ല, മാതാപിതാക്കൾ മക്കളുമായി തുറന്ന സംസാരങ്ങൾ ഉണ്ടാവുന്നില്ല, മക്കൾ മാതാപിതാക്കളുമായി തുറന്ന സംസാരങ്ങൾ ഉണ്ടാവുന്നില്ല. അവിടെയെല്ലാം പല മൂടിവെക്കലുകളും നടക്കും. അത്തരത്തിലുള്ള മൂടിവെക്കലുകൾക്ക് പകരം തുറന്ന ആശയവിനിമയമാണ് ഏത് കാര്യത്തെയും ഏറ്റവും നന്നാക്കി മാറ്റുന്നത് എന്നും മെച്ചപ്പെടുത്തിയെടുക്കുന്നത് എന്നും നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. സ്വന്തം മകന് അറുക്കാനുണ്ടായ കൽപ്പന വളരെ സ്നേഹത്തോടുകൂടി സമീപത്ത് വിളിച്ചുകൊണ്ട്, എൻ്റെ മകനെ, നിന്നെ ബലി അർപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് എന്ന് പറയാൻ സന്നദ്ധമായിരിക്കുന്ന ഇബ്രാഹിം അലൈഹി ഇസ്ലാം. ഇത് നമ്മൾ ആലോചിച്ച് നോക്കൂ. നേരത്തെയൊക്കെ നമ്മുടെ നാട്ടിലെ ചികിത്സാ രീതി രോഗികളോട് പോലും രോഗത്തിൻ്റെ വിവരം മൂടിവെക്കുകയായി. ആധുനിക കാലത്തെ ചികിത്സാ സമ്പ്രദായം അവിടെ മാറ്റം വന്നു. രോഗികളോട് രോഗത്തെക്കുറിച്ചും അതിൻ്റെ അവസ്ഥയെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതിയെക്കുറിച്ചും ആ ചികിത്സ കൊണ്ടുണ്ടായിത്തീരുന്ന ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചുമൊക്കെ രോഗിയെ തുറന്ന് ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത് എന്ന സമീപനത്തേക്ക് നമ്മൾ ഇപ്പോഴാണ് എത്തിയത്. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ഈ ചരിത്രം നമുക്ക് നൽകുന്ന വലിയ പാഠമുണ്ട്. അവിടെ ഇബ്രാഹിം അലൈഹി സ്വലാം സ്വന്തം മകനോട് തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുകയാണ്, ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ആ മകൻ തുറന്നുകൊണ്ട് തന്നെ പ്രതികരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഫൻദുർ മാതാ തറ, എന്താ മോനെ നിൻ്റെ അഭിപ്രായം? നമുക്കറിയാം, ധീരനായിരിക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മോൻ്റെ സമ്മതമോ അവൻ്റെ അഭിപ്രായമോ ആവശ്യമില്ല അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പാക്കാൻ. എന്നിട്ട് പോലും അള്ളാഹുവിൻ്റെ കൽപ്പന ഇന്നതാണ്, നീ എന്ത് പറയുന്നു എന്ന് ആ കുഞ്ഞിനോട് ചോദിച്ച ചോദ്യവും അതിന് ആ കുഞ്ഞ് നൽകിയിരിക്കുന്ന മറുപടിയും, യാ അബതി ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഉപ്പ, അങ്ങയോട് കൽപ്പിക്കപ്പെട്ടത് പ്രവർത്തിച്ചു കൊള്ളുക, അങ്ങേയറ്റം ക്ഷമാലുക്കളുടെ കൂടെ എന്നെ താങ്കൾക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ച് ചെരിഞ്ഞു കടന്നു കൊടുക്കുന്ന മകനെയും നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ആ ചർച്ചയും ആ ചർച്ചയുടെ അനന്തരഫലവും അതിനുണ്ടായ മാറ്റവുമൊക്കെ നമുക്കിവിടെ ബോധ്യപ്പെടും. അവിടെ അദ്ദേഹം ഖദ് സദ്ദഖ്ത റുഅ്യാ എന്ന് അല്ലാഹു പറഞ്ഞുകൊണ്ട്, നീ നിൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു,
മനുഷ്യബലി ഇസ്ലാമിലില്ലാത്തത് കൊണ്ട് മൃഗബലിയാണ് നിർവഹിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മൃഗബലി നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന ചരിത്രം നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ ആലോചിക്കുക, ഇത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും അതിജീവിക്കാൻ സാധിച്ചിരുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്ര സ്മരണകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മെയും നമ്മുടെ കുടുംബത്തെയും സംസ്കരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പണിയെടുക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഉസീകും വഇയ്യാകും ബിത്തഖ്വല്ലാഹ്. ഖാല അല്ലാഹു തആല ഫീ ഖുർആനിഹിൽ കരീം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികൾ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ച് അങ്ങേയറ്റം കൂടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യും. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ത്യാഗോജ്വലമായ ചരിത്രങ്ങൾ ഒരു ഓടിച്ചു പോവുക മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വിശദമായി നമ്മൾ ഖുർആനിലൂടെ തന്നെ പഠിക്കുക. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പരാമർശിക്കുന്നുണ്ട്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മാതൃകാ കുടുംബത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ പണിയെടുക്കുകയും അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ നമ്മുടെ നാട്ടിൽ ദുൽഹജ്ജ് എന്നായിരിക്കും എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ദുൽഹജ്ജ് 1 മുതലുള്ള ദിവസങ്ങളുടെ പ്രത്യേകതയും സവിശേഷതയും നമ്മൾ മനസ്സിലാക്കിയതാണ്. എങ്കിലും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫജ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വതർ എന്ന് സൂചിപ്പിക്കുന്ന പ്രഭാതം തന്നെയാണ് സത്യം, 10 രാവുകൾ തന്നെയാണ് സത്യം, അതുപോലെ തന്നെ ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു സൂചിപ്പിക്കുന്ന കാര്യമാണ്. ഇവിടെ വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞിരിക്കുന്ന 10 രാത്രികളെ സംബന്ധിച്ച് പരാമർശിച്ചെടുത്ത് പല വിശദീകരണങ്ങളും മുഫസ്സിറുകൾ നൽകിയിട്ടുണ്ട്. അത് റമളാനിലെ അവസാനത്തെ 10 സൂചിപ്പിച്ചുകൊണ്ടാണ് എന്നുള്ള വിശദീകരണം കാണാൻ സാധിക്കും. മുഹറത്തിലെ ആദ്യത്തെ 10 കുറിച്ചാണ് എന്ന് സൂചിപ്പിക്കുന്ന റിവായത്ത് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസമാണ് എന്ന് സൂചിപ്പിക്കുന്ന വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. അതൊന്ന് മറ്റൊന്നുമായി പല നിലക്കും പരിശോധിച്ച് നോക്കിയാൽ പല റിവായത്തുകളിലും നമ്മൾ പരിശോധിച്ചൊക്കെ ഓരോന്നിനും അതിൻ്റേതായ പ്രാധാന്യം നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് റമളാനിൻ്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്റും അതിൻ്റേതായ സവിശേഷതകളുമുണ്ട്. മുഹറത്തിലെ ആദ്യത്തെ 10 അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സവിശേഷതകളുണ്ട്. അതുപോലെ തന്നെ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്കും അതിൻ്റേതായ സവിശേഷതകളും പ്രത്യേകതകളുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉദ്ധരിച്ചതായി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. മാ മിൻ അയ്യാമിൻ അൽ അമലു സാലിഹു ഫീ ഇന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ 10 ദിവസത്തിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും ശ്രേഷ്ഠത അള്ളാഹുവിങ്കൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളാണ് എന്ന് വിശദീകരിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പ്രവാചകനോട് സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വലൽ ജിഹാദ് ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ടോ എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മറുപടി പറഞ്ഞത് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വലൽ ജിഹാദ് ഫീ സബീലില്ലാ ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ഷൈ. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നതിനേക്കാൾ പ്രാധാന്യം ഈ ദിവസങ്ങൾക്കുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുകയും തൻ്റെ ദേഹവും ധനവും അതിനുവേണ്ടി വിനിയോഗിക്കുകയും പിന്നീട് തിരിച്ചു വരാതിരിക്കുകയും ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ ഷഹീദാകുന്നവൻ, അതിന് തുല്യതയില്ലാത്ത മറ്റൊരു പ്രതിഫലമാണ്. അത് മറ്റൊന്നിനോടും സദൃശ്യപ്പെടുത്താൻ സാധിക്കുന്നതല്ല എന്ന് പ്രവാചകൻ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആ ശുഹദാക്കൾ അതുണ്ടാകുന്ന പ്രതിഫലം പ്രത്യേകതയാണ്. സ്വാഭാവികമായി നമ്മൾ നടത്തുന്ന ധർമ്മസമര പ്രവർത്തനങ്ങളുടെ അതേ ശ്രേഷ്ഠതയും അല്ലെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠതയും ഈ ദിവസത്തെ പ്രവർത്തനങ്ങൾക്കുണ്ട് എന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പല പണ്ഡിതന്മാരും വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ വരുന്ന ദിവസങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കേറെ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിശദീകരിച്ചു, ഫഅക്സിറു ഫീഹിന്ന അത്തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. അവിടെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്ന ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രത്യേകമായി സൂചിപ്പിക്കപ്പെട്ടതായി കാണാൻ സാധിക്കും. ഇതിലാണ് വരാനിരിക്കുന്ന അറഫാ ദിവസം. ആ അറഫാ ദിവസത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രത്യേകതകളുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അത് കൂടുതൽ വിശദീകരിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മഹത്വം, ഹജ്ജിൻ്റെ ഒരുപാട് കർമ്മങ്ങൾ, ദുൽഹജ്ജ് 8 മുതൽ ആരംഭിക്കുന്ന കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിച്ചാൽ ഈ 10 ദിവസങ്ങൾ ഉൾപ്പെടുന്നു എന്നതുകൊണ്ടുള്ള മഹത്വം,
ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സന്ദർഭത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഈ അനുഗ്രഹീതമായ ദിവസങ്ങളെ ആ ഒരു നിയ്യത്തോടു കൂടി, ഞാനിവിടെ പുണ്യം ചെയ്യുന്ന എനിക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കും എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ കൂടുതലായി ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക, ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കുക, സുന്നത്ത് നോമ്പുകൾ എടുക്കുക, അതുപോലുള്ള കാര്യങ്ങൾ നിർവഹിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, തക്ബീറും തഹ്ലീലും തഹ്മീദും ഒക്കെ വർദ്ധിപ്പിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയ കലിമത്ത് തൗഹീദ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ട്. ഉലൂഹിയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ പരാമർശിച്ചതാണ്. പലരും അതിനുവേണ്ടി നിയ്യത്താക്കി കഴിഞ്ഞതും അതിനുവേണ്ടി പണം കൊടുക്കുകയും അതിനെ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദ ഇദാ റഅയ്തും ഹിലാല ദുൽഹജ്ജ് മാസത്തിൽ ആരെങ്കിലും അതിൻ്റെ ഹിലാൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, അഥവാ ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, വറാദ അഹദുക്കും അൻ യുളഹി, ആരെങ്കിലും ഉലുഹിയ്യത്ത് എടുക്കാൻ, ബലികർമ്മം നിർവഹിക്കാൻ വേണ്ടി നിയ്യത്താക്കുകയും ഉദ്ദേശിക്കുകയും ചെയ്താൽ, ഫൽ യുംസിക് അൻ ശഅരിഹി വലുഫാരിഹി, അവൻ നഖവും മുടിയും എടുക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ സൂചിപ്പിക്കുന്നുണ്ട്. അതൊരു പ്രത്യേകമായ കാര്യമായി നമുക്ക് കാണാൻ സാധിക്കും, ഒരു പ്രധാനപ്പെട്ട സുന്നത്തായി തന്നെ. അത് നമ്മളതിനുള്ള ഒരുക്കമാണ്, സന്നദ്ധതയാണ്. ഇവിടെ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാമിലുള്ള കാലത്തോളം മുടിയെടുക്കാനോ നഖം മുറിക്കാനോ പാടില്ല. അപ്പോൾ അതിനോട് സദൃശ്യമായി ഉലുഹിയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ ദുൽഹജ്ജ് 1 മുതൽ, അഥവാ നമ്മൾ ഇവിടെ പ്രഖ്യാപിക്കുന്നതനുസരിച്ചുള്ള നാളെ മുതൽ അടുത്ത 10 ദിവസം അങ്ങനെ മുടിയെടുക്കുകയും നഖം മുറിക്കുകയും ഒക്കെ ചെയ്യാതെ ആ ഒരു നിയ്യത്തോടു കൂടി തന്നെ കഴിഞ്ഞുകൂടുക. അപ്പോൾ അതിലൊക്കെ നമ്മുടെ ഉദ്ദേശമാണ്, നമ്മുടെ മനസ്സാണ്, നമ്മുടെ ഇത്തരം കാര്യങ്ങൾക്കുള്ള സന്നദ്ധതയാണ്. അല്ലാതെ ഒരു ബലി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആർക്കും ഇന്നൊരു 15,000 25,000 ഒരു പ്രശ്നമല്ല. ആ പൈസ കൊടുത്തതിൻ്റെ ബാധ്യത കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ആ നിരക്കുള്ളൊരു കാര്യമല്ല. മാനസികമായി അതിൻ്റെ സന്നദ്ധതയാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെയും ആ ചരിത്രത്തിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മാനസികമായി ആ ഒരു സമർപ്പണ മനോഭാവം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവുക. ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ആ ബലിമാംസത്തിൻ്റെ മൃഗമോ ആ ബലിമൃഗത്തിൻ്റെ മാംസമോ രക്തമോ പടച്ച തമ്പുരാൻ ആവശ്യമില്ല. അള്ളാഹ്ക്ക് വേണ്ടത് നിങ്ങളുടെ മനസ്സിലുള്ള തെഖ്വയാണ്, ആ സൂക്ഷ്മതാബോധമാണ്. അതുകൊണ്ട് ആ തെഖ്വയോടുകൂടി കർമ്മങ്ങൾ നിർവഹിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നു പോയിരിക്കുന്ന എല്ലാ വീഴ്ചകളും അള്ളാഹു പുറത്തുമാറാക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 2-3 മരണങ്ങൾ നമ്മൾ ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന ചില കാര്യങ്ങൾ മാത്രം ഓർമ്മിക്കുകയാണ്. ഒന്ന്, സഈദ് ഫാറൂഖ്. കേരളത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഖുർആൻ പഠന പദ്ധതി നടപ്പാക്കുന്നതിൽ അദ്ദേഹം വഹിച്ചിരുന്ന പങ്ക് മഹത്തരമായി. ഈജിപ്തിൽ ചെറിയ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി നടപ്പാക്കിയ അൽ-ഫിത്ര എന്നുള്ളൊരു പഠന പദ്ധതി ഒരുപക്ഷെ അദ്ദേഹം പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലാണ് കേരളക്കരയിൽ ആ പദ്ധതി നടപ്പാക്കാൻ സാധിച്ചത്. അൽ-ഫിത്ര എന്ന പേരിൽ മാത്രമല്ല, മറ്റ് പല സംഘടനകളും പല പേരിലും അതിനെ അനുകരിച്ചുകൊണ്ട് ഖുർആൻ പഠന സംരംഭങ്ങൾ നാട്ടിലുടനീളം ആരംഭിച്ചു. വിദ്യാഭ്യാസ രംഗത്ത്, ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് അറബി ഭാഷ പഠനത്തിന് അദ്ദേഹം ചെയ്ത സേവനങ്ങൾ മഹത്തരമായിരുന്നു. അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസത്തിലുള്ള അറബി പാഠപുസ്തകം തയ്യാറാക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്ന സേവനങ്ങൾ, മദ്രസ പാഠപുസ്തകത്തിൻ്റെ നിർമ്മാണത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്ക്, അതുപോലെ ഒരു പ്രബോധകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം നിർവഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു നമ്മുടെ വിളിക്ക് ഉത്തരം നൽകി. നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമീപ പ്രദേശത്ത് ഇസ്ലാഹി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ആളാണ് KN മുഹമ്മദ് സാഹിബ്. ഇപ്പോൾ കൂട്ടാലയുടെ താമസിക്കുന്ന, നേരത്തെ വാഗയാട്ടുണ്ടായിരുന്ന അദ്ദേഹവും ഒരുപാട് അത്തരത്തിൽ പള്ളി നിർമ്മാണങ്ങൾ ആ 2 പ്രദേശത്തും പ്രത്യേകിച്ചും പള്ളി ഉണ്ടാക്കുന്നതിലും അവിടെ ഇസ്ലാമിക ദഅവ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും ഇസ്ലാഹി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഒരുപാട് ആളുകൾക്ക് ഈ തൗഹീദിൻ്റെ വെളിച്ചം വെച്ചു കൊടുക്കാൻ ത്യാഗപൂർണ്ണമായ ജീവിതം നയിക്കുകയും ചെയ്ത ആളാണ്. കഴിഞ്ഞ ദിവസം നമ്മളോട് യാത്ര ചോദിച്ച നമ്മൾ പലരുടെയും ഗുരുനാഥനായ അസൈനാർ മാഷ്, നമുക്കറിയാവുന്നതാണ്, നമ്മുടെ നാട്ടുകാരനാണ്, നമുക്ക് സുപരിതനാണ്. ഈ പ്രദേശത്തെ ആദ്യകാല ഇസ്ലാഹി പ്രവർത്തകന്മാരിലൊരാളാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം അത്തരത്തിലുള്ള എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുകയും അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അനാഥ അവർ വന്നു പോയിരിക്കുന്ന എല്ലാ വീഴ്ചകളും നീ അവർക്ക് പുറത്തു കൊടുക്കണമേ. അത്തരം ത്യാഗപൂർണമായ പരിശ്രമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദഅവ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും എല്ലാം കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താൻ അവരുടെ പ്രചോദനം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ സമൂഹത്തിനും നീ പ്രദാനം ചെയ്യണമേ. അവർക്കുണ്ടായ നഷ്ടം പരിഹരിച്ചുകൊണ്ട് വളരെ നിലക്ക് സജീവമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള സൗകര്യം ഞങ്ങൾക്ക് ഒരുക്കി തരികയും ചെയ്യണമേ. രോഗം കൊണ്ട് മറ്റ് മരണപ്പെട്ടു പോയിരിക്കുന്ന സത്യവിശ്വാസികളായ സഹോദരി സഹോദരങ്ങൾക്കും പടച്ച തമ്പുരാൻ നീ മഗ്ഫിറത്തും മർഹമത്തിനെ അനുഗ്രഹിക്കണമേ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും നമ്മളോടൊപ്പമുണ്ട്. അവർക്ക് നീ ശമനം നൽകുകയും ശിഫ നൽകുകയും ആരോഗ്യം മെച്ചപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണമേ. റമദാൻ അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ദുൽഹജ്ജിലും നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പുണ്യം സ്വന്തമാക്കുവാൻ ഇനി വരുന്ന ദിവസങ്ങൾ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ ഞങ്ങൾക്ക് നീ അവസരം ഒരുക്കി തരണമേ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്
اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا